ഹായ്. അപ്പോൾ ഇന്ന് ഡേ ടു ഞങ്ങൾ ഇന്ന് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു കാഷ്വൽ വെയറാണ് ഇട്ടേക്കുന്നത്. ആൻഡ് അവിടെ ഒരാളുണ്ട്. സോ എന്തൊക്കെയാ ഒന്നുമില്ല, ചുമ്മാ ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട്. ആൻഡ് ഇന്ന് മോർണിംഗ് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി ചുമ്മാ വെയിൽ കൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു സ്മോൾ ഷോപ്പിങ്ങും ആയിട്ട് തിരിച്ചു വരാമെന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ആൻഡ് ഈവനിങ് കാര്യം ഞങ്ങൾക്ക് ഞങ്ങളൊരു പ്ലാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര കുറച്ച് സ്പെഷ്യലാണ്. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും വെയിൽ കൊണ്ട് നമ്മൾ എന്തായാലും കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് വെച്ച് കാണാം. ഓക്കെ, ബൈ. കമേഴ്ഷ്യൽ. സോ ഇന്നലെ ഡേ 1 ആക്ച്വലി ഞങ്ങൾ വന്നതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്ലേ ഫുൾ റെസ്റ്റ് ആയിരുന്നു. രാവിലെ മുതൽ ഞങ്ങൾ റെസ്റ്റ്, കാരണം ഞങ്ങൾക്ക് ഇന്നലത്തെ മിന്നാലത്തെ ഞങ്ങളുടെ യാത്ര അത്ര ശരിയായിരുന്നു. കാരണം രാവിലെ തന്നെ ഒരു ബോഡി മസാജ്, അതനുസരിച്ച് ഞങ്ങള് ക്ലീനപ്പ് ആൻഡ് അത് കഴിഞ്ഞ് ഈവനിങ് വേണമെങ്കിൽ പഠിക്കൽ വയ്ക്കായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചു, കാരണം ഈവനിങ്ങിന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഇന്നലെ ഈവനിങ് ഞങ്ങൾ ചുമ്മാ ഈ മാള ഫേഷ്യൽ മാത്രം പോയി ചുമ്മാ അവിടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് വന്നു, അത്രേ ഉള്ളൂ. ഇന്നാണ് ശരിയാണ് രാവിലെ തന്നെ വെച്ച് ഇറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ ഉച്ചയായിപ്പോയി. സോ രാവിലത്തെ പ്ലാൻസ് എന്തായാലും ഒരിക്കലും ഞങ്ങൾക്ക് നടക്കാൻ പോകും തോന്നുന്നില്ല. ഇനി ഉച്ചയായി, ഇനിയിപ്പോ ഒരു 1:30 ആകുന്നു എനിക്ക് ഇറങ്ങാൻ പോകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഇതാണ്, ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി ഞങ്ങൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തിയിട്ട് കാണാം. എവിടെ പോണെങ്കിലും ഞങ്ങൾക്ക് പോസ്റ്റ് ഇടുന്ന ഏക ഒരു വ്യക്തി ഞങ്ങൾ ഫസ്റ്റ് തന്നെ റെഡി ആവാം. ഞങ്ങളുടെ എക്സൈറ്റ്മെന്റോടെ തോന്നുന്നു. Just imagine we are walking past the first shop വന്നിട്ട് നമ്മളൊരു വോയിസ് കേൾക്കാണ്. സോ എലഗന്റ് ഇല്ലേ, സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ ഇമാജിൻ ദാറ്റ് ഷോപ്പ് സംവെയർ ഹിയർ അല്ലേ. ഇവിടെ വന്നപ്പോൾ അതിന് ചിന്തിച്ച് അങ്ങനെ ഒരു പുള്ളിക്കാരിയുടെ ഒരു ഷോപ്പ് കാണാൻ പറ്റുന്നു. ഞാനും അനീനയും ഒരു 1 ബിരിയാണി ഷെയർ ചെയ്ത് കഴിച്ചു. അവിടെ ഒരു ഷവർമ കഴിച്ചു. ഞാൻ 1 ബിരിയാണിയുടെ ഒരു ഹാഫ് കഴിച്ചു. ആൻഡ് ഫുൾ ബിരിയാണി ഒരു ബിരിയാണിയുടെ ഹാഫ് കഴിച്ചു. എനിക്ക് ഒരു ബിരിയാണിയുടെ ഹാഫ് കഴിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ ഒരു ഫുൾ ബിരിയാണി തിന്നുമെന്ന് പറഞ്ഞപ്പോഴാണ് അവളുടെ പകുതി കഴിഞ്ഞിട്ട് ബാക്കിയോടെ വീണ്ടും ഇരിക്കാൻ. എന്താ മോളെ കഴിക്കുന്നില്ലേ? കഴിക്കേ. അതാണ് മൂത്തൊരു ശരിയാ. മോണിക്ക് കുറച്ച് മൂത്താണ്. ഞാൻ മൂത്തതല്ല, ഞാൻ ഇവിടെക്കാണ് യങ്ങാണ്. എന്നാലും ബുദ്ധിയും ബോധം എനിക്കായതുകൊണ്ട്. ശ്വേത, ഓക്കെ, ഇപ്പൊ നമ്മൾ എവിടേക്ക് പോകാൻ പോണേ? സോ ടൈം വാസ് 9:30 PM. 10 actually. 10, okay. 10, 1 PM and we
Anila Bangalore, which is one of the most, prominent restaurants in Bangalore. Yeah, so what was the specialty in tomorrow? Specialty is... And today's event? Okay, it's to celebrate a birthday. Yeah. So we are heading to, we are already late. We have already booked the slot, but we need to rush to the place because we are already running short of time. Feels so good. Nice. Okay, Ani. Ani ചപ്പും ചവറൊക്കെ എടുത്തോണ്ടിരിക്കുക. സി നിന്റെ ലുക്ക് ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. അവൾക്കൊരു പാർസൽ വന്നപ്പോ ബാഗിന്റെ അത് പൊട്ടുള്ളിക്ക. ഓക്കെ, ടോട്ടൽ ലുക്ക്. ഓക്കെ, താങ്ക്സ്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ചൊരു 5 കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങും. പിന്നെ എന്തായാലും തിരിച്ചറിയുന്നാലും 2 മണി 1 മണിക്ക് ആവാനായിട്ട് സാധ്യത. എന്തായാലും ഞാൻ അവിടെ കാണും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ, ഔട്ട്ഫിറ്റ് ഓഫ് ദ നൈറ്റ്. ദിസ് ഇസ് മൈ അപ്പോൾ ഞങ്ങളിവിടെ എത്തിച്ച് വളരെയധികം പെട്ടെന്ന് മഴയൊക്കെ നനഞ്ഞാലും ഞങ്ങൾ ആകെ ബോറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്താണ്. മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്യുകയാണ്. പക്ഷെ അത് മൊത്തം ഒരു മഴയൊക്കെ എടുത്തിട്ടൊന്നും അല്ല. ഇന്ന് ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അത് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബട്ട് മഴ വന്ന കാരണം കേക്കൊന്നും വാങ്ങാതെ തിരിച്ചു പോകാൻ ഞങ്ങൾ അനീന എന്താണ് ഇപ്പോൾ പ്ലാൻ? ഫുഡ് ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്തു. സോ ആള് വന്ന് അപ്രൂവൽ തരും. അപ്പം എന്നിട്ട് നമ്മൾ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് ബട്ടർ ഗാർലിക് എന്ന് പറയുന്നത്. അപ്പം അത് ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ ചിലവരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്നാലും നമ്മൾ ഫോണ് ആണല്ലോ, അവളുടെ ഫോണിൽ ഓർഡർ കൊടുക്കുമ്പോൾ അവൾ അറിയുമല്ലോ. Happy birthday to you. Happy birthday to dear Lipton. Happy birthday. Yes, Lipton. Lipton എന്താണ് പറയാനുള്ളത്? വിഷ്. So first of all, thank you so much for Monica and Alina for our beautiful wishes. So എനിക്ക് ഒരു പ്രസന്റ് കിട്ടിയ birthday. I mean, ഇന്നലെ ഒരു സ്ഥലത്ത് ബാംഗ്ലൂരിൽ with my friends. I've never expected it. And thank you so much, Alina, for giving for having us both in Bangalore, and Alina and Monica for this beautiful wishes. So thank you. Happy birthday. Treat. And എടി 2 വിഷ് പറയണ്ടേ? ബർത്ത്ഡേ വിഷ് ഇല്ലേ? അത് ഞാൻ മനസ്സിൽ പറഞ്ഞു. അത് ഞാൻ സൂം ചെയ്തു.
വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഡേ 3. സോ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു പബ്ബിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ചർച്ച് സ്ട്രീറ്റിലുള്ളൊരു ഏതെങ്കിലും ഒരു പബ്ബിൽ പോയി ചുമ്മാ കുറച്ച് ഡാൻസ് കളിക്കുക എന്നുള്ളൊരു അതാണ് മെയിൻ ഇന്നത്തെ ഉദ്ദേശം. അപ്പം ഞങ്ങൾ രാവിലെ മുതൽ ഇന്നലെ ഞങ്ങൾ നൈറ്റ് പരിപാടി കഴിഞ്ഞ് 4 മണിയായി വീട്ടിൽ കയറിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കാരണം ഞങ്ങൾ രാവിലെ മുതൽ റെസ്റ്റൊക്കെ തന്നെയായിരുന്നു, വേറെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു 8 മണിയായി. ഇപ്പോൾ 8 മണിയാകുമ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഊബറൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. ഇന്നല്ല, ഫ്രണ്ട്സിൻ്റെ ഔട്ട്ഫിറ്റും ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സെയിമാണ്, വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട്. ആൻഡ് ഇപ്പോൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇന്നത്തെ ബ്ലാക്ക് ആണ് എന്നതാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു കോംബോയിലാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത്. ആൻഡ് അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഇനി അവിടെ വെച്ച് കാണാം. ഞങ്ങളിപ്പോൾ മഴ നനഞ്ഞ് ഏത് സ്ട്രീറ്റ് അടി ചർച്ച് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നനഞ്ഞു പോവാണ്. വളരെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പബ്ബിൽ പോകാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവള് ആ ഫ്രണ്ടായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ബോറടിച്ചപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു ചായ കുടിക്കാനൊക്കെ വിചാരിച്ചിട്ട് നടക്കാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. നല്ല രസമുണ്ടല്ലോ നമ്മുടെ ഡ്രസ്, അടിപൊളിയാ. ഈ വഴി നടക്കാൻ നല്ല രസമുണ്ട്. മഴയാണെങ്കിലും എന്തായാലും നനഞ്ഞ പോലെ നനയണമൊന്നുമില്ല. ബട്ട് സംവാട്ട് സിമിലർ ആണ് കേസ്. വൈറ്റ് ടോണാണോന്ന് അറിയില്ല, നല്ല ഭംഗിയുണ്ട്. ക്യാമ്പയിനാണ്. പിന്നെ എന്താ പറയാ, മഴ കൂടിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് എംപയറിൽ പോയായിരുന്നു. നമുക്ക് എംപയർ ഒന്ന് പോയി നോക്കാം. അവിടെ തന്നെ നമുക്ക് ഈസി ബൈറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൈ വേനെടുത്ത് തുടങ്ങി. അപ്പം ഞങ്ങൾ എവിടേക്ക് പോകാനാ പോണേ? നമുക്ക് അവിടെ എംപയർ ഉണ്ട്. അപ്പോൾ എംപയറിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാം. നമുക്ക് വിളിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പോവാം. ബിക്കോസ് അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ അവിടെ പോയപ്പോഴാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് കുറച്ച് കഴിഞ്ഞെടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതാണ് എംപയർ. അപ്പോൾ നമുക്ക് എംപയറിൽ പോയിട്ട് നമുക്ക് എന്താണ് അവിടെ തിന്നാൻ കിട്ടുന്നതെന്ന് നോക്കാം. സമയം ഇത്രയായി. സോ ലെറ്റ്സ് സീ വാട്ട് വി കാൻ ഈറ്റ്. അപ്പോൾ നമ്മൾ എംപയർ ഹോട്ടലിൽ ഇരിക്കുകയാണ്. പറഞ്ഞ നേരത്തെ സെക്ഷനിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ വന്നു കഴിഞ്ഞു. താങ്ക് യു. അപ്പോൾ ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. ഞങ്ങൾ ശരിക്കും പോസ്റ്റ് അടിച്ചപ്പോൾ പിന്നെ ഫുഡാവാന്ന് വിചാരിച്ചപ്പോൾ നല്ലതാണ്. അത് ചൂടുണ്ടാവും, തിന്നാൻ പറ്റുന്നില്ല. മോനെയാണ് ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ചൂടൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. നല്ല ചൂട്. ടേസ്റ്റ് ഉണ്ടോ മോനെ? കഴിഞ്ഞില്ലേ? ടേസ്റ്റ് ഒക്കെ നല്ല